ഓക്കെ. 20,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണോ, ക്യാമറ ഫോണോ അതുമല്ല നീ ഒരു ഓൾ റൗണ്ട് ഫോണൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഞാനൊരു 6 ഫോണുകൾ ഓക്കെ 6 ഫോണുകൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഓക്കെ. ഒരു അണ്ടർ 20,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. CMF ഫോൺ 2 Pro. ഈ ഒരു ഫോണിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെലിഫോട്ടോ ക്യാമറയും ഇതിൽ വരുന്നത്. അത് മാത്രമല്ല ബ്ലോട്ട്വെയറോ ആഡ്സോ ഒന്നുമില്ലാത്ത മികച്ചൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മോട്ടോയുടെ എഡ്ജ് 60 ഫ്യൂഷൻ ഉണ്ട്, അത് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാത്തതിന് കാരണം ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് മോട്ടോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ വരുന്നുണ്ട്. സോ അതിൻ്റെ പ്രൈസിങ്ങും ക്യാമറയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി മോട്ടോയുടെ ഫോൺ എടുക്കാൻ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ CMFൻ്റെ ഫോൺ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് മികച്ചൊരു ബാറ്ററി ബാക്കപ്പിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 2 ഫോണുകളുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വണ് ഐക്യൂൻ്റെ Z10ഉം രണ്ടാമത്തേത് വിവോയുടെ T4 ആണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ വിവോയുടെ T4ൽ കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് കൂടുതലായിട്ട് കിട്ടുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയും സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇനി 20,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ബെസ്റ്റ് ഓൾ റൗണ്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്പോയുടെ K30 ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല കിഡിലൻ സോഫ്റ്റ്വെയർ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തതാണ് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ 20,000. ഈ ഒരു കാറ്റഗറി ഒരു ബെസ്റ്റ് ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. റിയൽമിയുടെ P3 Ultra. ഇതിൽ യൂസ് ചെയ്തിട്ട് MediaTekൻ്റെ 8350 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് അത്ര അങ്ങോട്ട് പോരാ. പക്ഷേ ഗെയിമിംഗ് ആണ് മസ്റ്റെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു അൾട്രാ സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ടെക്നോയുടെ പോവോ സ്ലിം 5G ആണ്. ഇത്രയും അൾട്രാ സ്ലിം ആയിട്ടുള്ള ഫോണായിട്ട് കൂടി ഒരു 5160 mAh ബാറ്ററി വരെ ഈ ഒരു ഫോണിലുണ്ട്. അത് മാത്രമല്ല ടോൾ റൂട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ടെക്നോയുടെ പോവോ സ്ലിം 5G. ഇനി 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സാംസങ് ഗാലക്സി F56. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണുകളിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളല്ലാതെ വേറെ ഏതെങ്കിലും ഫോണുകൾ നിങ്ങളെ സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തായിട്ട് നമ്മൾ 30,000 താഴെ വരാൻ പോകുന്ന ഫോണിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് മീ വിക്കി. ബൈ.